യേശു എന്റെ നല്ല സ്നേഹിതൻ, കൈവിടാത്ത ഉറ്റ സ്നേഹിതൻ, അന്ത്യത്തോളം നടത്തുന്നവൻ, നന്ദിയോടെ പാടിയിടുന്നു ഞാൻ. അന്ത്യത്തോളം നടത്തുന്നവൻ, നന്ദിയോടെ പാടിയിടുന്നു ഞാൻ. യേശു എന്റെ നല്ല സ്നേഹിതൻ, കൈവിടാത്ത ഉറ്റ സ്നേഹിതൻ, അന്ത്യത്തോളം നടത്തുന്നവൻ, നന്ദിയോടെ പാടിയിടുന്നു ഞാൻ. അന്ത്യത്തോളം നടത്തുന്നവൻ, നന്ദിയോടെ പാടിയിടുന്നു ഞാൻ. പ്രിയ ദൈവത്തിൻ്റെ സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവസനമേ, നിങ്ങൾക്കേവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒക്കെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അനേകർക്ക് സാധിക്കും. എന്നാൽ അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് നിരാശയുടെ അനുഭവത്തിലൂടെ മാറിപ്പോകുന്ന അനുഭവം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ ശിഷ്യനായ തോമസ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് ശാഠ്യം പിടിക്കുന്നതായ സന്ദർഭം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ തോമസിന്റെ അടുക്കിലേക്ക് കർത്താവ് കടന്നു വന്ന് അവന്റെ മുമ്പിൽ പ്രത്യക്ഷനായി കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ വാരിക്കോരി തരുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുവാൻ വളരെ എളുപ്പമാണ്. വിശക്കുമ്പോൾ അപ്പമായും, ദാഹിക്കുമ്പോൾ ജലമായും, ഉടുക്കുവാൻ വസ്ത്രമായും, സ്നേഹം പങ്കുവയ്ക്കുവാൻ സ്വന്തം സ്നേഹിതനായും, രോഗശയ്യയിൽ വൈദ്യനും ഔഷധമായും ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക വളരെ എളുപ്പമാണ്. നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതായ ചിന്തയോടുകൂടെ നമ്മൾക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ ചില സമയത്തെങ്കിലും അതിന് മറുപടി ലഭിക്കാതെ, മറുപടി തരാതെ ദൈവം മൗനം അവലംബിക്കുമ്പോൾ പ്രകാശത്തിന്റെ നുറുങ്ങുവട്ടമെങ്കിലും മുമ്പിൽ തെളിയാതെ ജീവിതത്തിലെ കനം നിറഞ്ഞ കൂരിരുട്ടിലും ഹബക്കൂക്ക് പ്രവാചകനെ പോലെ പറയുവാൻ നമുക്ക് സാധിക്കണം. ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത് എങ്ങനെയാണ്? അത്തിവൃക്ഷം തളർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ദൈവത്തിൽ അഗാധമായ വിശ്വാസമുള്ളവനെ യഹോവയായ കർത്താവാണ് എൻ്റെ ബലമെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുടേതായ അനുഭവത്തോടുകൂടെ നിൽക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് തോമസിനേക്കാൾ ഉപരിയായി ഒരു വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായ ഹബക്കൂക്ക് പ്രവാചകനെ പോലെ ഉയർന്ന വിശ്വാസമാണ് ദൈവം നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതായത് കാണാതെ വിശ്വസിക്കുക. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കാണാതെ വരുമ്പോഴും, കൂരിരുട്ടിൽ മുങ്ങിത്തപ്പുമ്പോഴും ഹബക്കൂക്ക് പ്രവാചകനെ പോലെ വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് നാം ഉയർന്നു നിൽക്കണം. അതാണ് വിശ്വാസത്തിന്റെ മഹോന്നത പദവി. ഒരു യഥാർത്ഥ വിശ്വാസി ആരെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആര്? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. യെശയ്യാ പ്രവചന പുസ്തകം 10-ാം അധ്യായം 50-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മെ ഓർമ്മപ്പെടുന്നതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ നിൽക്കുമ്പോൾ
ജീവിതം കൂരിരുട്ടിൽ ആണ് എന്ന് ചിന്തിക്കുമ്പോഴും ദൈവം തന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയാണ് എന്ന് ചിന്തിക്കാതെ ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്കായി ക്ഷമയോടെ കാത്തിരിക്കുക. ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത് അതാണ്. അതായത് വിശ്വാസത്തിന്റെ താഴ്ന്ന പടിയിൽ നമ്മൾ നിൽക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മൾ ഉണ്ടാക്കാതെ വിശ്വസിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം എല്ലാത്തിനും മതിയായവനാണ്, അവനാണ് എൻ്റെ രക്ഷ, അവനിലാണ് എൻ്റെ രക്ഷ എന്ന് മനസ്സിലാക്കുകയും അവൻ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് തീരുമാനം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ താഴ്ന്ന പടിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്ക് ഉയരുക എന്നുള്ളത് ഹബക്കൂക്കിനെ പോലെയുള്ള വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, ദൈവിക അരുളപ്പാടിനായി ഹബക്കൂക്കിന്റെ വിശ്വാസത്തിന്റെ അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവിക അരുളപ്പാടിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമേ